ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സോയ 65 ആണ് ഞങ്ങൾക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സോയ 65ന് വേണ്ടിയിട്ട് നമ്മളൊരു 50 ഗ്രാം സോയ വേവിച്ചിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെള്ളം കളഞ്ഞ്. 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ കോട്ടിങ്ങിന് ആവശ്യമായിട്ട് മൈദ എടുത്തിട്ടുണ്ട്, കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മുട്ടയുണ്ട്. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ വീടുകളിൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് നമ്മളൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മളൊരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതിൻ്റെ കൂടെ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഫ്ലേവറിന് ആവശ്യമായിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ അതിലേക്ക് നമ്മുടെ പെരിഞ്ജീരകപ്പൊടി ഇടുന്നുണ്ട് 1/4 ടീസ്പൂൺ, ലേശം ഉപ്പ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കോട്ടിങ്ങിന് ആവശ്യമായിട്ട് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ മൈദ ഇടുന്നുണ്ട്. അതേ അളവിൽ തന്നെ ഒരു 1.5 ടീസ്പൂൺ റൈസ് പൗഡർ ഇടുന്നുണ്ട്. അതേ സെയിം അളവിൽ നമ്മൾ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ഇടുന്നുണ്ട്. എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി സ്റ്റാർട്ടറാണ്. കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ കറിവേപ്പില ഇപ്പോൾ പേരിന് നമ്മൾ കോട്ടിങ്ങിന് വേണ്ടി ഇടുന്നുണ്ട്. പിന്നെ ഇവനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നല്ല രീതിയിൽ നമ്മുടെ ചൈനീസ് ബാറ്ററൊക്കെ അടിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോയ ഇട്ടിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ വേവിച്ച് വെച്ച കാരണം അടിപൊളി നല്ല സോഫ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്ത് വരുമ്പോൾ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ ചെറിയ സോയ നോക്കിയാണ് മേടിച്ചാണ്. സാധാരണ ചിലയിടത്തൊക്കെ കിട്ടുന്നത് വലിയ സോയയാണ്. ചെറിയ സോയക്കാണ് ടേസ്റ്റ് കൂടുതൽ. നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ നേരത്ത്. നിങ്ങൾ കടകളിൽ ചെല്ലുമ്പോൾ അത് നോക്കി മേടിക്കാം. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സോയ 65 നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ നാടൻ രീതിയിലുള്ള സോയ ചങ്ക് 65 എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീടുകളിൽ പോയി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.